സ്വാമിയെ ശരണമയ്യപ്പ ഈ വരുന്ന ഡിസംബർ 10 ദേശവിളക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അന്നേ ദിവസം ശബരിമലയിൽ മാത്രം കാണാൻ സാധിക്കുന്ന അപൂർവമായ പടിപൂജയും അഷ്ടാഭിഷേകവും ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് മുൻ ശബരിമല മേൽശാന്തി സുധീർ നമ്പൂതിരി നമ്മളോട് സംസാരിക്കും. സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ സുധീർ നമ്പൂതിരി, ശബരിമല മുൻ മേൽശാന്തി, നവാവുന്ത ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി. ഈ വരുന്ന ഡിസംബർ 10 തിരുനാവായ നവാമുദ ക്ഷേത്ര നാട്ടുകൂട്ട ഭക്തജനസമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം ഭംഗിയായി ആഘോഷിക്കുന്നു. ഈ വർഷത്തെ ദേശവിളക്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിൽ പങ്കെടുക്കുവാനും കൂടാതെ അതിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുവാനും കൂടാതെ ശബരിമലയിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം കാണാൻ സാധിക്കാവുന്ന അപൂർവമായ പടിപൂജയും അഷ്ടാഭിഷേകവും ഈ ഒരു അയ്യപ്പൻ വിളക്ക് വേളയിൽ ഇവിടെ നടത്തപ്പെടുന്നു. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് തത്വമസി എന്ന ആ പൊരുൾ ഞാൻ നീയാകുന്നു എന്ന ഞാനും നീയും ഒന്നാണ് എന്ന ആ ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും അവരുടെ ദുരിതങ്ങളെ മുഴുവൻ ഗണപതിയിൽ അർപ്പിച്ചുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമവും കൂടാതെ അഭിഷേകവും പടിപൂജയും നടത്തപ്പെടുന്നു. അഷ്ടാഭിഷേകം നമുക്കറിയാം, സിദ്ധികള് അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഐശ്വര്യം, ധനം, അങ്ങനെ ആ വക തുടങ്ങിയുള്ള എല്ലാ ഐശ്വര്യങ്ങളും അഷ്ടാഭിഷേകത്തിൽ കൂടെ നമുക്ക് സിദ്ധി വരുന്നു. പാല്, തൈര്, തേന്, പനിനീര്, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങൾ കൊണ്ട് മന്ത്രങ്ങളെ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുകയാണ് ഇതിന്റെ ചടങ്ങ്. തീർച്ചയായിട്ടും അഭിഷേക തീർത്ഥവും അഭിഷേകം ചെയ്യുന്നതും നമുക്ക് ഈ വക അഷ്ടൈശ്വര്യങ്ങളിൽ നമ്മൾ വന്നു ചേരാൻ കാരണമാവും. കൂടാതെ പടിപൂജ 18 മലകളെ സങ്കല്പിച്ചുള്ള പടികളെ പൂജിക്കുകയാണ് ശബരിമലയിൽ. ഈ 18 പടികളെ അല്ലെങ്കിൽ മലകളെ ഉദ്ദേശിക്കുന്നത് ഓരോ തരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടും അഷ്ടബന്ധമായിട്ടുള്ള ത്രിഗുണങ്ങളായിട്ടുള്ള ഓരോ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ അവസ്ഥകളെയാണ്. അതായത് നമ്മളെ മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള പഞ്ചേന്ദ്രിയങ്ങളെയും അഷ്ടഗുണങ്ങളെയും ത്രിഗുണങ്ങളെയും എല്ലാം സങ്കല്പിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇത് ദർശിക്കുന്നത് തന്നെ മഹാപുണ്യമായിട്ട് നമുക്ക് കരുതാം. കൂടാതെ ഇത് ദർശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതിന് ഭാഗവാക്കാകുന്നതിലൂടെ ഈ വക ഗുണങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ശബരിമലയിൽ ഒരു പടിപൂജ നടത്തണമെങ്കിൽ വലിയ ഒരു സംഖ്യ നമുക്ക് അടയ്ക്കേണ്ടതുണ്ട്. കൂടാതെ വർഷങ്ങളോളം 10-15 വർഷത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഈ ഒരു ഇത് ദർശിക്കുവാനും ഇതിൽ പങ്കാളികളാവാനും ഓരോരുത്തരും എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്ത് ഈ ഒരു മഹാസംരംഭം ദേശവിളക്ക് മഹാഗംഭീര വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് സ്വാമിനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.